ഹലോ ഹലോ. ആ ഗോപി സാറേ. അതല്ലോ. എന്നാ സാറേ? സാർ എവിടെയാ? ഞാൻ ഊർന്നിറങ്ങുന്ന സാധനത്തിൽ നിൽക്കുക. എന്നായിരുന്നു? അതെ, നമ്മളെ ഈ ഫാമിലി ടൂറിനെ അപ്പൊ എന്നോടൊരു സുഹൃത്ത് ചോദിച്ചേ, സ്വന്തം ഫാമിലിയെ തന്നെ കൊണ്ടുവരണോന്ന്. പിന്നെ സ്വന്തം ഫാമിലി തന്നെ ഫാമിലി ടൂറിന് കൊണ്ടുവരണ്ടേ? അത് ഞാൻ അവനോട് പറയാം. അപ്പൊ അത് ചോദിക്കാനല്ല വിളിച്ചത്. പിന്നെ എന്നായിരുന്നു കാര്യം? അതെ, നമ്മുടെ ഈ ഫാമിലി ടൂർ 6000 രൂപയല്ലേ? അതെ അതെ അതെ. അപ്പൊ എനിക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം മുട്ടയായിരുന്നല്ലോ. അപ്പം മുട്ടയായിരുന്നു. എനിക്ക് മുട്ട കിട്ടിയില്ല. കിട്ടിയില്ലേ ഗോപി സാറേ? ഞാൻ ഊർന്ന് താഴെ എത്തി. അപ്പം എനിക്ക് മുട്ട കിട്ടിയില്ല. കിട്ടിയില്ലേ? അപ്പം ഒരു മുട്ടയ്ക്ക് 40 രൂപ വിലയുണ്ട്. അത് വരും വരും വരും. 40 രൂപ കുറച്ച് ഞാൻ തരത്തുള്ളൂ സാറേ. ഇതല്ല സാർ ഇങ്ങനെ പറയുന്നത്. പിന്നെ കാശ് ഭയങ്കര ചെലവാ. എന്നെങ്കിലും 40 രൂപ കുറച്ച് ഞാൻ തരത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഐസ്ക്രീമേ ഐസ്ക്രീമേ. വേണ്ട 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 വേണ്ട, ഫ്രീയാ. എന്നാ പിന്നെ ഒന്നെടുത്താ ഒന്ന് ഫ്രീയാ. ഒന്നെടുത്താ ഒന്ന് ഫ്രീ. എനിക്കങ്ങ് വേണ്ട. പോടാർന്ന് എന്തോടെ തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ കാശോ? ഇയാൾ എന്തിനാണ് തൊടാനും പിടിക്കാനൊക്കെ നിൽക്കുന്നത്? ടൂർ വന്നതായിരിക്കും. അല്ല, എന്റെ വൈഫിന്റെ വയറിറങ്ങൽ ചടങ്ങിൽ വന്നതാ. അല്ല, നമ്മളാരാ? ഞാനോ? ഞാൻ ജില്ലാ കളക്ടർ. നീ മഴ പെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് അവധിയാണ്. അത് നേരിട്ട് കണ്ട് പറയാൻ വേണ്ടി വന്നതാ. ഇയാളോട് ജോലിക്കാരനല്ലേ? അപ്പൊ അത് എനിക്കും അറിയാം. എന്നിട്ടല്ലോ താനിനോട് ഈ ചോദ്യം ചോദിക്കണത്. അപ്പൊ സമാസമം. നിങ്ങളിവിടെ നിങ്ങളുടെ ആൾക്കാരൊക്കെ അടിച്ചു പൊളിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അടിച്ചു പൊളിക്കട്ടെ. നിങ്ങൾ മാത്രം ആ പൂടിൽ ഇറങ്ങിട്ട് തിരിച്ചു കയറി പോകുന്നത്. സ്വിമ്മിംഗ് പൂളിൽ ഞാൻ അതിനകത്ത് ഇറങ്ങി കുളിച്ചോണ്ട് നിൽക്കുമ്പോഴേ പെട്ടെന്ന് എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി. എന്നാ പിന്നെ ഒന്നിന് എവിടെ പോകുന്ന അറിയാൻ വേണ്ടി ഇങ്ങനെ കയറി വന്നതാ. ആദ്യമായിട്ടോ അങ്ങനെ ഒരു സംഭവം. ഒരാൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടി വേറെ സ്ഥലം തപ്പുന്നത് അതിവിടെ സംഭവിക്കാറില്ല. ഒരു ഫോട്ടോ എടുത്തോടെ നന്മ വരമേ. മൈസൂരൊക്കെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മൈസൂർ ഞാൻ എങ്ങും പോയി കണ്ടില്ല. അതെന്നെ കാണാൻ എല്ലാത്തിനും ടിക്കറ്റ് എടുക്കണമെന്ന്. പറ്റുമോ? ഭയങ്കര ചെലവല്ലേന്ന്. കണക്കൂട്ടലിൽ മൊത്തം തെറ്റിപ്പോവുക. എന്ത് കണക്കൂട്ടൽ തെറ്റിന്നാ ചേട്ടൻ ഈ പറയണേ? രാവിലെ നമ്മളൊരു കട്ടൻ കുടിക്കുമല്ലോ. അത് കുടിക്കും നമ്മുടെ കാര്യം പോകാൻ വേണ്ടി. ഹോട്ടലിൽ നിന്ന് രാവിലെ ഇറങ്ങിയത് ആ കാണുന്ന കടയുണ്ടല്ലോ, അവിടെ പോയി ഞാൻ ഒരു കട്ടൻ കുടിക്കാൻ പോയപ്പോ എന്റെ പുറകെ എന്റെ പെങ്ങടെ കൊച്ചു കയ്യെ പിടിച്ചോണ്ടങ്ങ് വരുവാ. അച്ചാടാ അവിടെ വന്നിട്ട് അവൻ എന്താ ഒരു കോലുമുട്ടായി അങ്ങ് എടുത്ത് കളഞ്ഞു. അത് പിന്നെ കൊച്ചല്ലേ ചേട്ടാ? കൊച്ചല്ലേന്ന് പറഞ്ഞാൽ 2 രൂപ പോയോ? 2 രൂപയല്ലേ? 2 എന്ന് പറഞ്ഞാൽ 6 ദിവസം ആകുമ്പോ 6 2 12 രൂപ ആവോ? അതെല്ലാം എനിക്ക് പേടി. എന്നായിരുന്നു? നാളെ എന്റെ കയ്യിൽ പിടിച്ച് അങ്ങോട്ട് വരുമ്പോ ഇവൻ 2 രൂപയുടെ കോലുമുട്ടായിക്ക് പകരം 10 രൂപയുടെ ബ്രിട്ടാണി ബിസ്ക്കറ്റ് എടുത്താ പോയില്ലേ? 10 രൂപ പോയോ? കണക്കൂട്ടലിൽ മൊത്തം തെറ്റും. എന്തായിരുന്നു പേര്? ദാനേശ്വരൻ. പിഞ്ചു കുഞ്ഞിന് 2 രൂപയുടെ മിഠായി മേടിച്ചു കൊടുക്കാത്ത തെണ്ടിയുടെ പേര് ദാനേശ്വരൻ. ഹലോ, ഇത് പറഞ്ഞേ. അല്ല, ഞാൻ ദാനേശ്വരനെ കണ്ട സന്തോഷമായെന്ന് പറയാത്. നമ്മുടെ പേരെന്താ? സുധാംശു. അല്ല, സുധാംശു. മൈസൂര് വന്നിട്ടേ മൈസൂർ സൂ ഒക്കെ പോയി കാണണം കേട്ടോ. അവിടെ വെള്ളക്കടുവയും ധ്രുവക്കരടിയൊക്കെ വന്നിട്ടുണ്ട്. മൃഗശാല കാണാനോ? പിന്നെ നമുക്ക് കാണാൻ വേണ്ടി അവരവിടെ നിൽപ്പുണ്ടെന്ന്. ഇവിടെയാണ് ലോജിക്ക് പ്രശ്നം. എന്നായിരുന്നു? നമ്മളിത് കാണുന്നതിന് ടിക്കറ്റ് എടുക്കണോ? അതെടുക്കണം. ഇവരൊക്കെ നമ്മളെ കാണുന്നതിന് ഇവര് ടിക്കറ്റ് വല്ലതും എടുക്കുന്നുണ്ടോ? 10 പൈസ നമുക്ക് വരുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, നിയമം പൊളിച്ചെഴുതണം. ഭാര്യയാണ് എന്റെ അല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഭാര്യയാണ് എന്റെ. ചേട്ടന്റെ ഭാര്യയാണ്. ഹലോ. നീ ഇങ്ങനെ കാണിച്ചപ്പം അവൻ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ പോയ എന്താണ്? ചേട്ടനോട് മാത്രം പേഴ്സണലായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയുമായിരുന്നു പുള്ളിയോട്. നീ വാ തുറന്ന് സംസാരിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ നീ ഇങ്ങനെ കാണിച്ചപ്പോഴേ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞവൻ പോയെങ്കിൽ നിന്റെ മുൻകാമുകനാണോ അവൻ? ചേട്ടൻ തലക്കിട്ട് ഞാൻ അടിയാരും കേട്ടോ, ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാ. ഇങ്ങനെ കാണിച്ച എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്ന്. എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ കാണിച്ചിട്ട്. എല്ലാരും പോലെ അല്ല നിങ്ങൾ വെറും കിഴങ്ങനാ. കിഴങ്ങത്ര മോശമൊന്നും. നിങ്ങൾ ഈ പിശുക്കത്തനം കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്ത് കാണിച്ചെന്നോ? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഇതിനകത്ത് കയറാൻ വേണ്ടിയോ? എന്നെ ഏതെങ്കിലും ഒരു റൈഡിൽ നിങ്ങൾ കയറ്റി വന്നിട്ട് ഇതിനെല്ലാം കാശ് ചോദിക്കുകയാണ് അവര്. നിങ്ങൾ പിന്നെ എന്തിനാ മനുഷ്യർക്ക് കാണാനാണോ എന്നെ കൊണ്ടുവന്നേ? ഇതിനകത്ത് കയറുമൊന്നും വേണ്ട. ഇതിനകത്ത് എവിടെ ചോദിച്ചാലും ഇവര് കാശ് ചോദിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളെ മക്കൾ അവിടെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ വാശി പിടിക്കുവാണെന്ന് മേടിച്ചു കൊടുക്കുക. കാര്യം പറഞ്ഞപ്പോഴാണ്. ഹലോ, ഐസ്ക്രീം ചക്ക. നിന്റെ ഐസ്ക്രീം ഒരെണ്ണം എടുത്താ ഒന്ന് ഫ്രീ അല്ലേ? അതെ അതെ അതെ. ആ ഫ്രീ ഐസ്ക്രീം തരാമോ? ഓടാ നക്കി പട്ടി. ഇത് എനിക്ക് തോന്നുന്നത് മൈസൂർ അല്ലെന്ന് തോന്നുന്നു. മൊത്തം മലയാളികളെന്ന്. ചേട്ടാ ഒരു ഐസ്ക്രീം മേടിച്ചു. എന്തിനാ? ഇത് ചാക്കറിനാണ്. മാത്രമല്ല ഒരു ഐസ്ക്രീം ഒക്കെ വേണമെങ്കിൽ 10,000 രൂപ ചെലവാകും. ഒരു ഐസ്ക്രീം മേടിക്കുന്നതിന് 5000 രൂപയോ? ഈ ഐസ്ക്രീം മേടിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിന് പനി പിടിക്കുവോ? നമ്മുടെ 2 കൊച്ചുങ്ങൾക്കും പനി പിടിക്കുവോ? അതെങ്ങനെ നിങ്ങൾക്ക് ഇത്ര കൃത്യമായിട്ട് അറിയാം? എലുമ്പ് പോലിരിക്കുന്ന എഴുന്നേറ്റ് നിന്ന് ഒന്ന് തുമ്മാൻ പോലും കെൽപ്പില്ലാത്ത ഇവന്മാർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവന്മാർക്ക് പനി പിടിച്ചിരിക്കും. ഉറപ്പാ.
അവന്മാർക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടുംബമായിട്ട് മൊത്തം പനി പിടിക്കും. മൊത്തം പനി പിടിക്കുമ്പോൾ ഡോക്ടർ എടുക്കാൻ പോകണം. 5000 രൂപയ്ക്ക് മേടിച്ച് ചെലവാകുമോ? ഈ പിശുക്ക് തന്നെ നിങ്ങൾ നിർത്തിക്കോണം, നിങ്ങൾക്ക് നല്ലതിനല്ല. ഞാൻ ഇങ്ങനെ പിശുക്കത്രം കാണിച്ചോണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓ പറയണ കേട്ടതൊന്നും അംബാനിയുടെ സീറ്റിൽ എങ്ങനെ ഇരിക്കണതെന്ന്. നിങ്ങളെ എല്ലാ ദിവസവും ഒരു 800 രൂപ വെച്ചൊരു ചിട്ടി പിരിവുണ്ട്. അതിനല്ലേ നിങ്ങൾ ഇത്ര ഗമ കാണിക്കണത്? അത്രയും വെച്ചോണ്ട് നിന്നെ പോലൊരു പോത്തിന് 2 കാളകളെ ഞാൻ തീറ്റിപ്പോറ്റുന്നില്ലയോ? അത് മതി. അതെ, നിന്നോട് സംസാരിച്ച് ഇന്ന് എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. ഞാൻ നാരങ്ങെള്ളം കുടിച്ചിട്ട് വരാം. എന്നാ എനിക്കും കൂടി ഒരെണ്ണം ഞാൻ ചേട്ടാ. കുടിക്കുന്നില്ല, വേണ്ട. ശ്ശോ, ഇതെന്താണ്? രണ്ടുപേരും കൂടി സംസാരിക്കുമായിരിക്കും. അല്ല, ഞങ്ങള് കാബറ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. തൂക്കമായിരിക്കും. ഇല്ല, ഞാൻ ഫ്ലൂട്ട് വായിക്കുക. നീ സമാസമത്തിന്റെ ആളാണ്. അല്ലാതെ കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ ഈ മൈസൂരൊക്കെ പോയെന്ന് കാണുന്നേ. എടാ നിനക്കറിയാമോ, ഇങ്ങനെ പിശുക്കത്തനം കാരണം ഒരു ഹോട്ടലിൽ പോലും കേറാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ കാണിച്ചെന്നോ? മസാല ദോശ മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ കൂടെ ഒരു വട കിട്ടത്തില്ലേ? വട കിട്ടും. ആ മസാല ദോശ തിരിച്ചു കൊടുത്തിട്ട് ആ വട മാത്രം ഇയാൾ എടുക്കും. അതന്നെ കേട്ടോ, വട മാത്രം എടുക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത മസാല ദോശയാണ്. മറ്റേത് ഓർഡർ ചെയ്യാതെ വന്ന അപ്പൊ അത് ഫ്രീ അല്ലേ? അതുകൊണ്ട് ഫ്രീ ഉള്ള സാധനം നമ്മൾ എടുത്തിട്ട് ഇതെടുത്തോളാം പറയും. നമുക്ക് എന്തിനാ ആവശ്യമില്ലാതെ? മനുഷ്യല്ലേ, അത് മാത്രമാണോ കാണിക്കണേ? ചായ ഗ്ലാസ് ഇല്ലേ, അതിനകത്ത് ചമ്മന്തി കറി ഒഴിച്ചു കുടിക്കും. അതെന്തിനാ ചമ്മന്തിക്കറി ഒഴിച്ചു കുടിക്കുന്നത്? എന്ത് ഫ്രീ അല്ലേ? വയറ് പറഞ്ഞാൽ പോരായോ? ഫ്രീ എന്ത് കണ്ടാലും ഞാൻ എടുക്കും. എവിടെ ഫ്രീ സാധനം കിട്ടുന്നോ അവിടെ നിന്ന് അത് പൊക്കിക്കൊണ്ടുവരും. അത് കറക്റ്റാ. എവിടെ അങ്ങനെ പൊക്കിയതാ? 5 പൈസ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല. തനിക്കൊക്കെ പെണ്ണ് കിട്ടിയതേ ലാഭം കാണാൻ. പിന്നെ അല്ലാതെ എല്ലാം പോട്ടെ, നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിട്ടാ? ആർക്ക് വേണ്ടിട്ടാ? നമ്മളെ മക്കൾക്ക് വേണ്ടിട്ട്. ആ ബോധം നിങ്ങൾക്കുണ്ടോ? സ്കൂളിലെ ID കാർഡിന് വേണ്ടിട്ട് 100 രൂപ വിളിച്ച് ചോദിച്ചു സ്കൂളിൽ നിന്ന്. ഈ മനുഷ്യൻ കൊടുത്തിട്ടില്ല. ചേട്ടാ മോശമാണ് ചേട്ടാ. എന്തിനാണ് ഈ ID കാർഡ്? നമ്മൾ ആരാന്ന് തിരിച്ചറിയാം. കുട്ടികൾ ആരാന്ന് തിരിച്ചറിയാൻ. ആ കൊച്ചോട് വാറന്ന് ചോദിച്ചാൽ നീ ആരാണെന്ന് ചോദിച്ചാൽ മണി ഉത്തരം പറയും, ഞാൻ ഇന്നതാണ് മറ്റേ. പിന്നെന്തിനാണ് ID കാർഡ് എടുത്തു കുട്ടി നടക്കുന്നത്? നമ്മുടെ കാലത്ത് ഇത് വല്ലതും ഉണ്ടോ? അല്ല, ഈ കഴിഞ്ഞ ദുരിതാശ്വാസം വെള്ളത്തിന് എവിടെയാ കിടന്നേ? ഞാൻ പഞ്ചായത്ത് ഓഫീസിന്റെ. അങ്ങനെ പോലും സ്കൂളിൽ കയറാത്തോണ്ട് ഇത് പറയുന്നത്. അങ്ങനെയൊക്കെ കയറണം. നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇന്നുവരെ ചെയ്തിട്ടുണ്ടോ ഏട്ടാ? കൊള്ളാം. ഇവരെ ഞാൻ കഴിഞ്ഞ ആഴ്ച ലുലുമാൾ കൊണ്ട് കാണിച്ചു. ചോദിച്ചു നോക്ക്. ലുലുമാളിൽ രാവിലെ വൈകുന്നേരം മൊത്തം കറക്കി കാണിച്ചു. ലുലുമാളിലൊക്കെ പോയ ചെലവ്. പിന്നെ വലിയ സംഭവമായിട്ട് അങ്ങ് പറയുക. ചൂടായത് കൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ AC കൊള്ളാൻ വേണ്ടിട്ട് അതിനകത്ത് ചുറ്റും കൊണ്ട് കറങ്ങി നടന്നു ഈ മനുഷ്യൻ. എന്നിട്ട് വീട്ടിലെ കറണ്ട് ബില്ലങ്ങ് ലാഭിക്കാമല്ലോ. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തായി. സത്യം. അത് പ്രവർത്തിച്ചു തുടങ്ങിയോ? ഏതാ? മറ്റേ ആകാശൂഞ്ഞാല്. എനിക്ക് അതിൽ കയറണം ചേട്ടാ. അതിലെങ്കിലും ഒന്ന് കയറ്റി ചേട്ടാ എന്നെ. അതിലെങ്ങനെ കയറ്റുകയെന്നൊക്കെ പറഞ്ഞ ശബ്ദം കേട്ട് നിലവിളി കേട്ട് ആണ്ട് അതിൽ നിന്ന് ഒരാൾ തെറിച്ചു പോയി കേട്ടോ. തെറിച്ചു പോയാ? അപ്പൊ അതിൽ കേറാൻ പറ്റത്തില്ലേ? കേറാനൊക്കെ പറ്റും. നീ ഒന്നും കേറിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അതിനകത്ത് കയറിക്കും. ഓ നൈസായിട്ട് ഒഴിവാക്കാനുള്ള പരിപാടിയാ. അതൊന്നും അല്ല. എടി, ഞാൻ ഇതിനകത്ത് കയറാത്ത എന്തുകൊണ്ടാന്നറിയോ? എന്തുകൊണ്ടാ? ഇതിനകത്ത് കയറുമ്പോ ഒരു പേടി ഉണ്ടാവുമോ? അത് പേടിയുണ്ടോ? ഈ മെഷീനൊക്കെ നമ്മളെ കൊണ്ട് ഇങ്ങനെ കൊണ്ട് നെഞ്ചിടിച്ചല്ലേ എന്നെ തിരിക്കണ്ടേ? ആണ്. അതെ, ജീവിതകാലം മൊത്തം അവരോട് പേടിച്ചായിരിക്കുന്നത്. പിന്നെ കാശ് കൊടുത്തിട്ട് അതിനകത്ത് കയറി പേടിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമില്ല. അതിൽ ആ കാണുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, സ്കൈ വീല്, അതിലൊക്കെ കയറണം ഇച്ചിരി ധൈര്യം വേണം. ഇത് മേളിയിട്ടൊക്കെ പോയിട്ട് താഴത്തേക്ക് വരും. നിങ്ങളൊക്കെ ഒന്നും പറ്റത്തില്ല. അതിനകത്ത് കയറാൻ എനിക്ക് പേടിയാണ്. ഞാൻ പോലും കയറിട്ടില്ലല്ലോ. അതിലൊന്നും ഞാൻ കയറുന്ന കാണണോ? അന്ന് കാണണല്ലോ. അതിനകത്ത് ഫ്രീ വല്ലതും ഉണ്ടോ? പറ്റാത്ത പണിക്ക് പോവാതെ നിക്ക് മനുഷ്യ അവിടെ. അങ്ങനാണ്. എന്നാ പിന്നെ കാണണമല്ലോ. കേറുന്ന നീ കണ്ടോണം. എന്നിട്ട് അതിനകത്തിരുന്ന് ഹായ് നോക്കി. ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോ. ഒന്നുമില്ല, നീ കണ്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യം കൊണ്ടെന്നാട്ടോ തോന്നുന്നത്. എനിക്കറിയാൻ മേലെ എന്തോ കാണിക്കാൻ പോണേന്ന്. ഹായ്. അയാള് കേറി. അയ്യോ സ്റ്റക്കായി. അത് ടെക്നിക്കൽ ഇഷ്യൂ. അത് ഇപ്പൊ ശരിയാക്കി തരാം. ഒരു 5 മിനിറ്റിനുള്ളിൽ സ്റ്റക്ക് മാറ്റി തരാം. വേണ്ട. ആ ടെക്നിക്കൽ ഇഷ്യൂ എത്ര? 5 മിനിറ്റ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആരെയും വിളിക്കണ്ട. ഈ റൈഡ് മുഴുവൻ കേറി നടന്ന് കാണുന്നേനെ, ഞാൻ കേറുന്നേനെ എത്ര സമയം എടുക്കും? 5 മണിക്കൂർ. 5 മണിക്കൂർ എടുക്കോ? അതുവരെ ഒരു ടെക്നീഷ്യൻസിനെ വിളിക്കരുത്. ഞങ്ങൾ ഈ റൈഡ് മുഴുവൻ ഒന്ന് കറങ്ങി കണ്ടോട്ടെ. അതുവരെ അങ്ങേരെ അവിടെ ഇരിക്കട്ടെ. ചേച്ചി പിന്നല്ലാണ്ട്